എല്ലാവർക്കും നമസ്കാരം. ഇതൊരു പുതിയ ചാനലാണ്. ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഏതാണ്ട് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വിഷയം ദൈവം, മനസ്സ് തുടങ്ങിയവയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യൻ പൊതുവെ ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരാളും മതങ്ങളിലേക്കാണ് നോക്കുക. ദൈവത്തെ അന്വേഷിച്ച് മതങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരോടാണ് പറയാനുള്ളത്. ദൈവം വാസ്തവത്തിൽ അവനവന്റെ അകത്ത് തന്നെയാണ്. അത് ഖുർആൻ പറയുന്നുമുണ്ട്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും മതങ്ങളിലേക്കും തീർത്ഥയാത്ര നടത്തുന്നതിനേക്കാൾ അവരവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ അവന്റെ ദൈവത്തെ തിരയേണ്ടത് അവന്റെ തന്നെ മനസ്സിലാണ്, തീർത്ഥാടന കേന്ദ്രങ്ങളിലല്ല, വേദഗ്രന്ഥങ്ങളിലുമല്ല. വേദഗ്രന്ഥങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും അവയുടേതായ പ്രാധാന്യം അറിയിക്കുമ്പോഴും യഥാർത്ഥ ദൈവം കുടികൊള്ളുന്നത് അവനവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലാണെന്നുള്ളതാണ് ഈ വേദങ്ങൾ തന്നെ സമർത്ഥിക്കുന്നത്. ഖുർആനിൽ തന്നെ അതിന് സൂചനകളുണ്ട്. മനുഷ്യന്റെ കണ്ഠനാടിയോളം സമീപസ്ഥനാണ് ദൈവം എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് മനുഷ്യനെ തിരയേണ്ടത് മക്കത്തല്ല, മദീനത്തല്ല, ദൈവങ്ങളെ തിരയേണ്ടത് കാശിയിലോ രാമേശ്വരത്തോ അല്ല. പക്ഷെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കുമുള്ള പ്രാധാന്യം ഒട്ടും കുറയാതെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ തിരയുന്നുണ്ടെങ്കിൽ അത് അവന്റെ ഉള്ളിൽ തന്നെ തിരയട്ടെ, ഉള്ളിലേക്ക് തന്നെ തിരിയട്ടെ ദൈവത്തോടുള്ള അന്വേഷണം. ഇതാണ് ഇതിന്റെ ചുരുക്കത്തിൽ ആത്മീയത എന്നുള്ളത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ആത്മീയതയുടെ അന്വേഷണം നടത്തേണ്ടത് അവനവന്റെ അകത്ത് തന്നെ, അകത്തളങ്ങളിൽ തന്നെയാണെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ബാഹ്യവസ്തുവല്ല, അത് ഒരു ബിൽറ്റ് ഇൻ അവസ്ഥയാണ് ആത്മീയത എന്നുള്ളത്. ദൈവവും ആ സ്വത്വത്തെ അറിയലാണ് സത്യത്തിൽ ആത്മീയമായ അറിവ് എന്നുകൂടി പറയാം. മഹാമുനികളും ഗുരുക്കന്മാരും ഇതല്ലാതെ മറ്റൊന്നുമല്ല സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അനുഷ്ഠാനങ്ങളും മതങ്ങളുടെ ആചാരങ്ങളും അതെല്ലാം ബാഹ്യ സംഭവങ്ങളാണ്. അത് ബേസിക് ദൈവസങ്കല്പവുമായിട്ട് കൂട്ടിയിണക്കപ്പെടുകയാണ് പിന്നീട് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതല്ലാതെ പുറമേ നിന്നുള്ള ഒരവസ്ഥയല്ല ദൈവം, അത് അകത്ത് തന്നെയുള്ള ഒരവസ്ഥയാണ്. ഒരു വലിയ കാര്യത്തെക്കുറിച്ച് വളരെ ചെറിയൊരു വർത്തമാനമാണ് പറഞ്ഞത്. ഇനിയും കൂടുതൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലുള്ള ചെറിയ വർത്തമാനങ്ങൾക്കായി വീഡിയോ തുടർന്നും കാണാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സഹകരിക്കുക. നന്ദി, നമസ്കാരം.